കൃത്യം 14 മാസത്തിന് ശേഷം ഒരു മലയാളം പടം കേരളത്തിൽ കണ്ടു. ചത്താപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ദ ഡെബ്യൂട്ടൻ അദ്വൈത് നായർ, പ്രൊഡ്യൂസ്ഡ് ബൈ ഇഷാൻ ഷൗക്കത്ത്. ഞാൻ ഈ വർഷം കണ്ട ആദ്യത്തെ പടം പരാശക്തിയാണ്. പക്ഷെ അതിന്റെ റിവ്യൂ ഇടാൻ എനിക്ക് തോന്നിയില്ല. കാരണം കേരളത്തിൽ വന്നിട്ട് എനിക്ക് റിവ്യൂ ഇടാനായിരുന്നു താല്പര്യം. സോ ഞാൻ ഏറ്റവും നല്ല തിയേറ്റർ തന്നെയാണ് ചൂസ് ചെയ്തത്. ഹരിപ്പാടുള്ള എം ലാൽ മൾട്ടിപ്ലക്സ്, നമ്മുടെ ആശീർവാദ് ലാലേട്ടൻ്റെ തിയേറ്ററിലാണ് പടം കണ്ടത്. ഒരു 60% ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എൻജോയ് ചെയ്താണ് പടം കണ്ടത്. പടത്തിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് പുള്ളി പ്രൊഡ്യൂസറും കൂടാണ്. സിദ്ദിഖ്, ലക്ഷ്മി മേനോൻ നമ്മുടെ വ്ളോഗർ, RJ മിഥുൻ്റെ വൈഫ്, റാഫി, മിനൻ, തെസ്നീഖാൻ, ഖാലിദ്, പിന്നെ ആസ് എക്സ്പെക്റ്റഡ് വോൾട്ടറായിട്ട് നമ്മുടെ മമ്മൂട്ടി. പടത്തിന് സ്റ്റോറി അദ്വൈത് നായരാണ്. അതിൻ്റെ സ്ക്രീൻ പ്ലേ സനൂപ് തൈക്കൂടം. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ശങ്കർ ഏഷാൻ ലോയ്, നമ്മുടെ ശങ്കർ മഹാദേവൻ്റെ ടീം. ഞാൻ പടം തുടങ്ങുമ്പോഴേ ധർമ്മ പ്രൊഡക്ഷൻസ് ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ടി സീരീസ് ഉണ്ട്, ധർമ്മ പ്രൊഡക്ഷൻസ് ഉണ്ട്, ശങ്കർ ഏഷാൻ ലോയ് ആണ് ഇതിൻ്റെ മ്യൂസിക്. സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ, എഡിറ്റഡ് ബൈ പ്രവീൺ പ്രഭാകരൻ. 2.25 മണിക്കൂറുള്ള ഈ പടം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ചെറിയ കല്ലുകടി പോലെ, കാരണം ആ പടത്തിലേക്ക്, ആ കഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചെറിയ ഒരു ബോറടിപ്പിക്കുന്നുണ്ട്. പക്ഷെ പടത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓണാണ്. പടം ക്ലൈമാക്സ് വരെ, പടം തീരുന്നത് വരെ ഒരു ലെവലിൽ ഇങ്ങനെ നമ്മളെ കയറ്റിക്കൊണ്ടിരിക്കും. ട്രെയിലർ കണ്ടവർക്കറിയാം പടം ഒരു ആക്ഷൻ കോമഡി ടൈപ്പ് പടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെട്രിയുടെ ക്യാരക്ടർ, അതായത് നമ്മുടെ റോഷൻ മാത്യു ഒരു ടിപ്പിക്കൽ പുള്ളി ചെയ്യുന്ന റോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്റർവെല്ലാണ് പുള്ളി വരുന്നതെങ്കിലും പിന്നെ സെക്കൻഡ് ഹാഫ് പുള്ളിയുടെ കയ്യിലായിരുന്നു. അർജുൻ അശോകനിലൂടെയാണ് പടം പോകുന്നതെങ്കിലും ബാക്കി കുറേ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അവരാണ് ഈ പടത്തിന്റെ മെയിൻ. അതായത് അവരുടെ കോമഡികൾ, അതിൽ നിങ്ങൾ പടം കണ്ടവർക്ക് മനസ്സിലാവും. ഭസ്മാസുരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നൊരു പുള്ളിയുണ്ട്. അടിപൊളിയായിരുന്നു. പുള്ളിയുടെ കോമഡിയൊക്കെ വൻ ഓളമായിരുന്നു. ഡയറക്ഷൻ വൈസ് നോക്കുവാണെങ്കിൽ പൊളിയായിരുന്നു. കാരണം WWE ബേസ് ചെയ്ത പടമായതുകൊണ്ട് ആക്ഷൻസും ഫൈറ്റ് സീക്വൻസും ഒക്കെ ഗംഭീരമായിരുന്നു. ഓരോ ക്യാരക്ടറും അവരുടെ മേക്കപ്പ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ഈ പടം കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. ക്ലൈമാക്സിൽ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടം കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാമെങ്കിലും ആ ഇൻട്രോ വരെ നല്ലതായിരുന്നു കേട്ടോ. ആ ക്യാമിയോടെ ഇൻട്രോ വരെ നല്ലതായിരുന്നു. പക്ഷെ പുള്ളിയുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ വൻ ബോറായിട്ടാണ് തോന്നിയത്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മ്യൂസിക് എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. കാരണം ഇതിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. ഓൾറെഡി പ്രൂവൻ ആണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മികച്ച രണ്ട് പടങ്ങൾ, ഒന്ന് എക്കോ, 2 കളങ്കാവൽ, ഇതിൻ്റെ സ്കോർ ചെയ്തിരുന്നത് പുള്ളിയായിരുന്നു. നമ്മളെല്ലാം കണ്ടു വളർന്നത് ഈ WWE കണ്ടോണാണ്. ഞാനും എൻ്റെ 2 ചേട്ടന്മാരും ഈ പടത്തിൽ കാണിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒത്തിരി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീൻസ് ഉണ്ട് ഈ പടത്തിൽ. ഫുൾ ഓൺ കൊച്ചി ബേസ്ഡ് പടമായതുകൊണ്ട് വൻ പൊളിയായിട്ട് വൻ വൈബായിട്ടിരുന്ന് കാണാം. സിദ്ദിഖിന്റെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയത്. കാരണം പുള്ളിയിൽ നിന്ന് നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ പടത്തിൽ 2-3 സീൻസേ ഉള്ളായിരുന്നു. ക്ലൈമാക്സിലെ ക്യാമിയോ എനിക്കൊരു ചെറിയ കല്ലുകടിയായിട്ട് തോന്നിയെങ്കിലും ബാക്കി ഓവറോൾ കണ്ടിരിക്കാൻ പറ്റിയൊരു അടിപൊളി പടമാണ് ചത്താപ്പച്ച. സോ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.75/5.